ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 19 വാക്യം. യോഹന്നാൻ 19:19. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു നമ്മുടെ രാജാവ്, യഹൂദന്മാരുടെ രാജാവ് എന്ന കുറ്റസംഗതിയാണ് കുരിശിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. യേശു അപ്രകാരം അവകാശപ്പെട്ടു എന്ന് കൂട്ടിച്ചേർക്കണമെന്ന് യഹൂദ നേതാക്കൾ പീലാത്തോസിനോട് പിന്നെ പറയുന്നുണ്ട്. എന്നാൽ പീലാത്തോസ് അതിന് തയ്യാറായില്ല. അവരുടെ ആവശ്യം അംഗീകരിക്കുന്നതിന് പീലാത്തോസ് തയ്യാറാകാതിരുന്നതിലൂടെ യഹൂദരെ പീലാത്തോസ് പരിഹസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ യേശു രാജാതിരാജാവാണ് എന്നതിന് ഒരു സാക്ഷ്യമാണ് ആ മേലെഴുത്ത്. യേശു എങ്ങനെയാണ് രാജാവായത്? അതിലൊന്നാമത്, യേശു മറഞ്ഞിരിക്കുന്ന രാജാവാണ്. യേശുവിൻ്റെ ഭരണത്തിൻ്റെ അവകാശവാദം ക്രൂശീകരണ സമയത്ത് ഒട്ടും വെളിവാക്കാതെയും സ്വീകാര്യമല്ലാതെയും കാണപ്പെട്ടു. ബൗദ്ധികമായി ചിന്തിച്ചാൽ യേശുവിൻ്റെ ചരിത്രം പരാജയങ്ങളുടെ ഒരു നിര മാത്രമായിരുന്നു എന്ന് തോന്നിപ്പോകാം. പീലാത്തോസിന്റെ പടയാളികൾ യേശുവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിലൂടെ യേശുവിൻ്റെ ശിഷ്യർ യേശുവിൻ്റെ രാജ്യത്വത്തെപ്പറ്റി ഉയർത്തിയ അവകാശവാദങ്ങളുടെ ഔചിത്യമില്ലായ്മയാണ് പ്രകടമായത്. എന്നാൽ സകലവും വെളിവാക്കുന്ന ദൈവീക വെളിപ്പാടിൻ്റെ അനുഭവത്തിലൂടെ കുരിശിൻ്റെ വിജയം പ്രകടമായി വന്നു. തങ്ങൾക്ക് യേശുവിൻ്റെ ദൈവിക ശക്തി അനുഭവമാകയാൽ ആയിരങ്ങൾ യേശുവിനെ രാജാതിരാജാവും കർത്താവുമായി അംഗീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ യേശു ഒരു രാജാവാണ് എന്ന് പറയുകയല്ല, പിന്നെയോ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയായാലും അവയ്ക്ക് അതീതമായി യേശു രാജാവാണ് എന്ന് പറയുകയാണ് ദൈവവിശ്വാസമുള്ള ഏവരുടെയും കരണീയമായ പ്രതികരണം. ഒരു ഭൗതികാത്മകത സമൂഹത്തിൽ ദൈവത്തെ ധനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സ്രോതസ്സായി മാത്രം ലഘൂകരിച്ച് കാണുന്നത് വിശ്വാസത്തിൻ്റെ ആഴമില്ലായ്മയാണ്. എന്നാൽ മനുഷ്യ മനസ്സുകളുടെ മേലും ആത്മാക്കൾ മേലും നിയന്ത്രണം പുലർത്തുന്ന യേശു സകലത്തിൻ്റെ മേലും കർത്താവും രാജാവുമാണ്. 2, യേശു സകല ജനതകളുടെയും രാജാവാണ്. 3 പ്രമുഖ ഭാഷകളായ അരാമയ, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിലാണ് യേശു യഹൂദരുടെ രാജാവ് എന്ന് എഴുതി വച്ചത്. ഇത് ആശ്ചര്യജനകവും സന്തോഷദായകവുമാണ്. 3 പ്രധാന സാംസ്കാരിക ധാരകളെയാണ് ഈ 3 ഭാഷകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ചിന്തയുടെയും രൂപാവിഷ്കാരങ്ങളുടെയും ദർശനങ്ങളുടെയും സുന്ദര സുനങ്ങളാണ് യവന സംസ്കാരത്തിൽ വിരിഞ്ഞിട്ടുള്ളത്. ലത്തീൻ ആകട്ടെ റോമൻ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷയായിരുന്നു. വിസ്തൃതമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ ജനതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഷ എന്ന തരത്തിൽ ജനങ്ങളുടെ വ്യാവകാരിക ഭാഷയായിരുന്നു അത്. ഹീബ്രു ഭാഷയാകട്ടെ വെളിപ്പാടുകളും അരുളപ്പാടുകളും നൽകപ്പെട്ട ഭാഷയാണ്. അതുകൊണ്ട് ഈ 3 ഭാഷകൾ ജനതകളുടെ വിചാര ദർശനങ്ങൾ പ്രതിനിധീകരിച്ചു. ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ സകലരെയും ആകർഷിക്കുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനത്തിന് സുന്ദരമായ പ്രതീകാത്മക അർത്ഥമാണ് ഇവിടെ നൽകപ്പെട്ടത്. 3,
യേശു വ്യക്തി ജീവിതങ്ങളുടെ കർത്താവാണ്. സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും വലിയ പ്രസ്ഥാനങ്ങൾ മുന്നേറുകയും ചെയ്യുമ്പോൾ വിശാല ലക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യക്തികൾ വിസ്മരിക്കപ്പെട്ടു പോയേക്കാം. എന്നാൽ സർവ്വലോകത്തിൻ്റെയും രക്ഷയെന്ന വലിയ യത്നത്തിൽ ഏകനായി വ്യാപരിച്ച് കുരിശിൻ്റെ കഠിന വ്യഥകളിൽ കൂടി കടന്നുപോയപ്പോഴും യേശുതമ്പുരാൻ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനോട് ക്രിയാത്മകമായി സംവേദിക്കുകയും തൻ്റെ മാതാവിൻ്റെ സംരക്ഷണത്തിനായി വിചാരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളുമുള്ളവൻ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി തൻ്റെ നെഞ്ചിലേറ്റുന്നവനായ രാജാവാണ്. ഇത് മനോഹരമായ ഒരു വിചിന്തനം കൂടെയാണ്. ഈ ഭാഗം നമ്മളോട് പറയുന്നു, യേശു നമ്മുടെ കർത്താവും രാജാവുമാകുന്നത് നമ്മുടെ മാനസികമായ സമർപ്പണത്തിലൂടെയും സ്വീകരണത്തിലൂടെയുമാണെന്ന് നമുക്ക് തിരിച്ചറിയണം. ലോകമാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരാജയപ്പെട്ടവനും നിന്ദിക്കപ്പെട്ടവനുമാണ് യേശു എന്നിരിക്കെ, വെളിപ്പാടുകളുടെയും അരുളപ്പാടുകളുടെയും നിറഞ്ഞു കവിയുന്ന ദൈവിക ശക്തിയുടെയും ഉറവിടമാണ് യേശു എന്ന തിരിച്ചറിവ് അവിടുത്തെ സന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ നമുക്ക് പ്രേരകമാകണം. പ്രാർത്ഥിക്കാം. രാജാതിരാജാവും കർത്താതികർത്താവുമായ കർത്താവേ, അവിടുത്തെ രാജ്യത്വത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ഹൃദയങ്ങളുടെ നാഥനും കർത്താവുമായി അങ്ങയെ സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ ഭാവങ്ങൾ ഞങ്ങളിലും വിളങ്ങുവാൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ അതുല്യമായ കൃപ കൂടി വ്യാപരിക്കണമേ. അവിടുത്തെ ആലോചന ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കരുതലും കരുണയും ഒപ്പമുണ്ടായിരിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും ഇടപെടലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.